ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ചന്ദ്രയോട് അവരുടെ ഭർത്താവ് പറയാണ്, മക്കളെയും മരുമക്കളെയും ഒക്കെ ഒരുപോലെ സ്നേഹിക്കാൻ പഠിക്കും. അവർക്കിടയിൽ അകൽച്ചയുണ്ടാക്കരുത്, കുടുംബത്തിലെ സന്തോഷം കെടുത്തരുത്. അച്ഛൻ്റെ സങ്കടം കണ്ട് സച്ചിക്ക് വല്ലാത്ത വിഷമായി. അപ്പോൾ അച്ഛൻ അതും പറഞ്ഞ് പോകുമ്പോൾ സച്ചി പിടിച്ചു വെക്കാണ്. അച്ഛാ, അപ്പോൾ അച്ഛന് വല്ലാതെ സങ്കടമായി. അപ്പോൾ അച്ഛൻ മുറിയിലേക്ക് പോവാണ്. അതൊക്കെ കേട്ട് നിന്ന സച്ചിക്കും വല്ലാത്ത വിഷമായി. സച്ചിക്ക് അച്ഛനോട് വലിയ ഇഷ്ടമാണ്. അച്ഛൻ അതുപോലെ തന്നെ സച്ചിയോടും വലിയ ഇഷ്ടമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അച്ഛനെ പറ്റിയാണ് പറഞ്ഞത് ശ്രുതി. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സച്ചിക്ക് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് അച്ഛനോട് ഒരു വല്ലാത്തൊരു ഇതിലാണ് ശ്രുതി പെരുമാറിയത്. അതൊന്നും സച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ സച്ചിക്ക് അതിൻ്റെ പേരിൽ തന്നെ വല്ലാത്ത വിഷമായി. സച്ചിയും അങ്ങനെ തന്നെ അച്ഛനെ പോലെ തന്നെ മുറിയിലേക്ക് പോയി. അതിൻ്റെ ബേക്കിൽ നിന്ന് ശ്രുതിയും ശ്രീകാന്തും അവരും പോയി. പിന്നെ ചന്ദ്ര ശ്രുതിയോട് പറയാണ്, മോളെ, കുടിച്ചിട്ട് വന്നാൽ മകൻ പ്രഭാഷണം നടത്തും, വിഷമം വന്ന അച്ഛനും. ഇതിവിടെ പതിവാ, മോളിതൊന്നും കാര്യമാക്കണ്ട, മോള് മുറിയിലേക്ക് ചെല്ല് പറഞ്ഞ് ചന്ദ്ര മുറിയിലേക്ക് പോയി. അതിനുശേഷം ഒരല്പസമയം കൊണ്ട് തന്നെ ശ്രുതിയും മുറിയിലേക്ക് പോയി. അപ്പോൾ രേവതി മാത്രമാണ് അവിടെയുള്ളത്. രേവതി പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് അവിടെ. പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലും ശ്രുതിയെയും ആൾക്കാർ ബ്യൂട്ടി പാർലറിൽ വന്നതായിട്ടാണ്. മാം, താങ്ക്സ് മാം, കൺഗ്രാജുലേഷൻസ് ശ്രുതി. താങ്ക്സ് മാം. സോറി, എനിക്ക് നിൻ്റെ മാരേജിന് വരാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ഞാൻ പുറത്തായിരുന്നു. ഓ, ഇറ്റ്സ് ഓക്കെ മാം. അദ്ദേഹത്തിൻ്റെ ബ്രദറും ഫാമിലിയും ഒക്കെ അവിടെയാണല്ലേ? മീര ചോദിക്കുകയാണ്. വർഷത്തിൽ 3-4 തവണ ഞാൻ അവിടെ പോവും. ഞാൻ പറഞ്ഞിരുന്നല്ലോ ശ്രുതി, എനിക്കവിടെ റിസോർട്ടൊക്കെ ഉണ്ട്. അറിയാം മാം, ഇന്നലെ ഞാൻ നാട്ടിലെത്തിയത്. ഇന്ന് ഈവനിങ്ങിൽ എനിക്ക് പാർട്ടിയൊക്കെ ഉണ്ട്. ഓ, അപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ വന്നതാ അല്ലേ? ഏയ്, അതൊന്നുമല്ല, ഇപ്പം എൻ്റെ ഹെയർ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി വന്നതാ. ശരി മാം, വരൂ. ശ്രുതി, നിൻ്റെ മാരേജ് ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? മാം, മേഡം ഇരിക്ക്. എൻ്റെ കമ്പനിയിലെ ജോലി ഒഴിവാക്കിപ്പോയ ശ്രുതിയല്ലേ നിൻ്റെ ഹസ്ബൻഡ്? ആ, അതെ മാം. അപ്പോഴാണ് അവിടേക്ക് ഇടിച്ച് കയറി ശ്രുതി വരുന്നത്. ഈ വന്നതിൽ സ്പീഡിൽ പിറകോട്ട് പോയി. എന്നിട്ട് പറയാണ്, ഇവർക്ക് വരാൻ ഈ ഒരു പാർലറെ കണ്ടുള്ളൂ. ഈ കമ്പനിയിൽ ഉയർന്ന ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവരുടെ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ സാധാരണ ഒരു കാർ ഷോറൂമിൽ സാധാരണ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ജോലി നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും എന്തോ. ഒരു ശ്രുതിയോട് ചോദിക്കുകയാണ്, നിനക്ക് മുമ്പേ ഈ ശ്രുതിയെ അറിയോ? ഇല്ല, ആദ്യമായിട്ട് ശ്രുതിയെ കണ്ടത് മാഡത്തിൻ്റെ ഓഫീസിൽ വെച്ചാ. പിന്നീട് യാദൃശ്ചികമായിട്ട് 1-2 തവണ പുറത്തു വെച്ചും കണ്ടു. അപ്പോൾ എൻ്റെ ഓഫീസിൽ വെച്ചാൽ നിങ്ങളുടെ ബന്ധം തുടരുന്നത്? അതെ മാഡം, അന്ന് ശ്രുതി മാമിനോട് ഒരല്പം മോശമായിട്ടാണ് സംസാരിച്ചിട്ടാണ് പോയത്. ശ്രുതി, ഞാനത് മനസ്സിൽ വെച്ചിട്ടില്ല. ശ്രുതിയുടെ ടാലൻറ്റിന് ശ്രുതിക്ക് നല്ല വിശ്വാസമുണ്ട്. അതാ ശ്രുതി അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇപ്പോൾ ശ്രുതി എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? കാർ ഷോറൂമിൽ സെയിൽസ് എക്സിക്യൂട്ടീവാ. ഓ, അവൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സ്വന്തം കമ്പനിയൊക്കെ തുടങ്ങി അതിൻ്റെ MD ആയി കാണുമെന്നാ. അപ്പോൾ അത് കേട്ടിട്ട് ശ്രുതിയും മീരയും തമ്മിൽ നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും ശ്രുതി പറയാണ്, ഇതും നല്ലൊരു ജോബ് തന്നെയാണ് മാം. യെസ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അല്ല, മാരേജ് കഴിഞ്ഞ ഉടൻ ജോലിക്കിറങ്ങിയോ? ഹണിമൂണിനൊന്നും പോയില്ലേ? ഇല്ല, പോയില്ല. കുറച്ച് ദിവസം ലീവ് എടുത്ത് നീ ഹസ്ബൻഡിനെയൊക്കെ കൂട്ടി ആൻഡമാനിലൊക്കെ പോയിട്ട് വാ. ആൻഡമാനിലോ? അതെ, ആൻഡമാൻ ബ്യൂട്ടിഫുൾ ഐലൻഡാ. ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റിയ സ്ഥലം. ട്രാവലിങ്ങിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ വക. ഇല്ല മാം, അതൊന്നും വേണ്ട. ഇത് എൻ്റെ ഭാഗം ഒരു ഗിഫ്റ്റായിട്ട് കണ്ടാൽ മതി. 2 പേരും പോയിട്ട് വാ. ഹസ്ബൻഡിനോട് സംസാരിച്ചതിന് ശേഷം എന്നെ വിളിക്ക്. ഞാൻ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തോളാം. ഓക്കെ മാം, കഴിഞ്ഞു. ശരി, അപ്പം എല്ലാം പറഞ്ഞതുപോലെ നീ എന്നെ വിളിക്ക്. ആ മാഡം, 350 ആയി. ആ, ഓക്കെ. മാഡം പോയോ? പോയി. അവർ പറഞ്ഞത് കേട്ടില്ലേ? നല്ല ചാൻസാ, നിങ്ങൾ ആൻഡമാനിൽ പോയിട്ട് വാ. എവിടുത്തെ കാര്യമോ? സ്റ്റാഫ് ഉണ്ടല്ലോ, ഞാനും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കോളാം. എൻ്റെ വിവാഹത്തിന് ഞാൻ ഗിഫ്റ്റൊന്നും തന്നില്ലല്ലോ, ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ എടുത്തു തരാം. ശ്രുതി പറയാം, വേണ്ടടി, കിട്ടിയ അവസരം കളയല്ലേ. ശ്രുതി നിന്നെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് കരുതി നീ വെയിറ്റ് ചെയ്യണ്ട. ഇന്നേ വരെ ഒരിടത്തു നിന്നും 1 മാസത്തെ ശമ്പളം തികച്ചു വാങ്ങാതെ നിൻ്റെ കെട്ടിയവൻ എങ്ങനെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും? വർക്ക് എക്സ്പീരിയൻസിനേക്കാളും ഇൻ്റർവ്യൂ പോയ എക്സ്പീരിയൻസാണ് ശ്രുതിക്ക് കൂടുതൽ. നിന്നെ ശ്രുതി ഹണിമൂണിനൊന്നും കൂട്ടിക്കൊണ്ട് പോവില്ല. ശ്രുതി എല്ലാം കേൾക്കുന്നുണ്ട് പുറത്ത് നിന്നിട്ട്. വയസ്സാം കാലത്ത് വല്ല കാശിയിലോ രാമേശ്വരത്തോ മറ്റോ ആയിരിക്കും കൂട്ടിക്കൊണ്ട് പോവുക.
കളിയാക്കാതെടി. നീ നോക്കിക്കോ, ശ്രുതി സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങും. ആൻഡമാനിലല്ല, ഈ ലോകം മുഴുവൻ ശ്രുതി എന്നെ കൂട്ടിക്കൊണ്ട് പോകും. നല്ല സ്വപ്നം. നടക്കുമോ നോക്കാം. വാ പോകാം. ശ്രുതി അവരെ ഇറങ്ങാനായപ്പോൾ അവിടെ നിന്നും മാറി കുറച്ച് അകലത്ത് നിന്ന്. ആ ശ്രുതി ശ്രുതി ഷോറൂമിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നോ? അല്ല, ഒരുമിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. ഇപ്പം നിങ്ങളെക്കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചതേ ഉള്ളൂ. ഓ, നീ പുകഴ്ത്തുന്നത് ഞാൻ കേട്ടിരുന്നു. ഇൻ്റർവ്യൂവിലെ എക്സ്പീരിയൻസും കാശിയും രാമേശ്വരവും എല്ലാം ഞാൻ കേട്ടിരുന്നു. അതൊക്കെ പോട്ടെ. ശ്രുതി, മാഡം പറഞ്ഞതും ഞാൻ കേട്ടിരുന്നു. ഓക്കെ, ആൻഡമാനിലേക്ക് പോകാം, മാഡത്തോട് പറഞ്ഞേക്ക്. അല്ല ശ്രുതി അത് പ്രശ്നമാക്കണ്ട. മറ്റുള്ള കാര്യങ്ങളൊക്കെ മാഡത്തിൻ്റെ വകയാണല്ലോ. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവളുടെ വക. പിന്നെ എന്താ പ്രശ്നം? പിന്നെ അത്യാവശ്യം പോക്കറ്റ് മണി അത് ഞാൻ സംഘടിപ്പിച്ചോളാം. പിന്നെ ശ്രുതിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പോകാം. നീ മേഡത്തോട് വിളിച്ചു പറഞ്ഞേക്ക്. എടോ, ഞാൻ ഉയർന്ന നിലയിലെത്തുമെന്ന് എൻ്റെ അമ്മയെ കൂടാതെ വിശ്വസിക്കുന്ന ഒരാൾ നീയാണ്. നിൻ്റെ ആഗ്രഹം സാധിച്ചു തരേണ്ടത് എൻ്റെ കടമയാ ശ്രുതി. നമ്മൾ ആൻഡമാനിൽ പോയിരിക്കും. ശരി, നീ വാ, നമുക്ക് വീട്ടിൽ പോകാം. ഒരു 5 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. ശ്രുതി പറയാം. പിന്നെ മീര വിളിച്ച് പറയാണ്, അതേ, എല്ലാം സ്പോൺസർ. നിന്ന നിപ്പൊക്കെ കണ്ടാൽ തോന്നും എല്ലാം സ്വന്തമായിട്ടാണ് പോകുന്നതെന്ന്. അവൾ തമാശിച്ച് പരിഹസിക്കുകയാണ്. പിന്നെ വീട്ടിലാണ് ശ്രുതിയും സ്റ്റെയർ കേസ് ഇറങ്ങി വരികയാണ്. അപ്പോൾ ശ്രുതി ഓടി വരികയാണ്. അപ്പോൾ ശ്രുതി വേക്കുന്ന ഓടുകയാണ്. ശ്രുതി നിൽക്ക്, ഒരു കാര്യം പറയാനുണ്ട്. അവനവളെ ഉമ്മ വെക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ അവിടുന്ന്. നിൽക്ക് ശ്രുതി എന്ന് പറഞ്ഞ് രണ്ടുപേരും ഓടുകയാണ്. അവൻ ഓടി വന്ന് വേറൊരാളുടെ ദേഹത്തേക്കാണ് വീണത്. അപ്പോൾ അവൻ പറയാണ്, നിനക്കെന്താ കണ്ണില്ലേ, ശ്രദ്ധിച്ചൂടെ? അപ്പോൾ അവളും പറയാണ്, നിങ്ങളുടെ മുഖത്തും കണ്ണില്ലേ, നിങ്ങൾക്കും ശ്രദ്ധിച്ചൂടെ? അപ്പോൾ ശ്രുതി പറയാണ്, നീയല്ലേ ഇവരെ വന്ന് ഇടിച്ചത്? അല്ല, ഇയാളാ. വീട്ടിനകത്തേക്ക് കയറി വരുന്നതിന് മുമ്പായിട്ട് കോളിംഗ് ബെല്ലടിക്കണം, അതാണ് മര്യാദ. വന്നത് ദേവുവാണ്. ഞാൻ അന്യൊന്നുമല്ലല്ലോ, ഇതെൻ്റെ ചേച്ചിയും കൂടി താമസിക്കുന്ന വീടല്ലേ. പിന്നെ ദേവു പറയാണ്, കോളിംഗ് ബെല്ലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഓടിക്കളിക്കാൻ ഇതെന്താ പാർക്കോ? അപ്പോഴാണ് അവിടേക്ക് രേവതി വന്നത്. അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞ് ദേവും അവളുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ശ്രുതി പറയാണ്, അഹങ്കാരി. ശ്രുതി, നീ വന്നേ. എന്താ ദേവു, എന്താ പ്രശ്നം? ഒന്നുമില്ല, കയറി വരുമ്പോൾ അയാളുമായിട്ടൊന്ന് കൂട്ടിയിടിച്ചു. അന്ന് കയറിയ ആൾക്ക് ഒരു എല്ല് കൂടുതലാണല്ലോ. എത്ര എല്ല് വേണമെങ്കിലും കുടിക്കോട്ടെ, നമുക്കെന്താ? അവിടെ അധികം സംസാരിക്കാറൊന്നുമില്ല, രേവതി പറയാണ്. അപ്പോൾ ദേവു, പണക്കാരിയല്ലേ, പണത്തിൻ്റെ അഹങ്കാരം കാണും. എവിടെ രമണി ചേച്ചി, ശോഭ ചേച്ചിയും? അവർ കട തുറന്നില്ലേ? അവർ പൂക്കൾ തന്ന് വിട്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തേക്ക് മാല കെട്ടിക്കൊടുക്കണം. ഇതൊക്കെ നിനക്കും അവർക്കും കൂടി ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ദേവു രേവതിയുടെ താടിയിലൊക്കെ പിടിച്ചിട്ട് കളിപ്പിച്ചിട്ട് പറയാണ്, ചേച്ചി മാല കെട്ടിക്കൊടുക്കുന്നത് പോലെ നമ്മൾ ആരും കെട്ടിയാലാവില്ല. നീ വാ, ഇരിക്ക്, എടുക്കട്ടെ. ഏയ് വേണ്ട ചേച്ചി, പെട്ടെന്ന് പോകണം. അവിടെ അമ്മ തനിച്ചല്ലേ ഉള്ളൂ, സഹായിക്കണം. അത് അവനെന്തെങ്ങനെ വീട്ടിനകത്ത് ഓടിക്കളിക്കുന്നേ? അവരങ്ങനെയാ. ദാ വെള്ളം കുടിക്ക്. അപ്പോഴാണ് മുകളിൽ നിന്ന് ചന്ദ്ര ഇറങ്ങി താഴേക്ക് വരുന്നത്. രേവതിയും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് വരുന്നത്. പിന്നെ ദേവ് ചോദിക്കുകയാണ്, അല്ല, അയാളുടെ കൈവിരലിന് എന്ത് പറ്റി? അത് സച്ചിയേട്ടൻ പിടിച്ചോടിച്ചതാ. ആ വിഷയം അച്ഛനെക്കുറിച്ച് പറഞ്ഞാൽ സച്ചിയേട്ടൻ വിടുവോ? പിന്നെ അവൾ അവിടെ നടന്നതൊക്കെ പറയാണ്. ശ്രുതി പറഞ്ഞത് സച്ചിയോട്, അതായത് അപ്പം നടന്നത് സഹതാപ കല്യാണം അല്ലേ? ശ്രുതിയും പറയാണ്, അതേ ശ്രുതി, ഇവരുടേത് നടന്നത് സഹതാപ കല്യാണം. ശ്രുതി, എൻ്റെ അച്ഛന് ബുദ്ധിയില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അവന് ദേഷ്യം വരുന്നത്. ഇതിനും കൊള്ളാത്ത ഒരാളാ എൻ്റെ അച്ഛൻ. അപ്പം സച്ചി എണീച്ച്, എന്താടാ നീ എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞേ? പിന്നെ രേവതി ദേവുവിനോട് പറയാണ്, അയാൾ ഓടിപ്പോയത് വിഷയമല്ല, ചുമ്മാ അച്ഛനെക്കുറിച്ച് കുറ്റം പറയാം. പിന്നെ അത് കേട്ടിരിക്കുമോ സച്ചിയേട്ടൻ? സച്ചിയേട്ടൻ എന്തായി കാണിച്ചേ? അയാളുടെ 2 വിരലല്ലേ ഒടിച്ചുള്ളൂ, കയ്യിലെ മൊത്തം വിരലിൻ്റെയും വെള്ളൊടിക്കണമായിരുന്നു. അത് കേട്ട് രേവതി ചിരിക്കുകയാണ്. അപ്പോൾ ദേവു പറയാണ്, നിങ്ങളുടേത് സഹതാപ കല്യാണം എന്ന് പറഞ്ഞില്ലേ, അതിനും കൂടി ചേർത്ത് കൊടുക്കണമായിരുന്നു. അത് പറഞ്ഞപ്പോൾ എനിക്കും നല്ല ദേഷ്യം വന്നിരുന്നു. പിന്നെ റെസ്റ്റോറൻറ്റിൽ വെച്ചായതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടുതൽ പറയാതിരുന്നത്. ഇവിടെ കഴിഞ്ഞതിൻ്റെ ബാക്കി യുദ്ധം ഇവിടെയും ഉണ്ടായിരുന്നു. പാവം അച്ഛൻ അതൊക്കെ കണ്ട് വിഷമിച്ചു പോയി. അയാൾക്ക് ഇത്രയൊന്നും കൊടുത്താൽ പോരാ ചേച്ചി. കാശ് തന്നു കഴിഞ്ഞാൽ ചേച്ചിയെ കെട്ടാമെന്ന് പറഞ്ഞിട്ട് കാശ് കെട്ടിയപ്പോൾ ഓടിപ്പോയില്ലേ അയാൾ. ഇന്ന് നമ്മൾ അനുഭവിച്ച വേദന, അതായത് ആൾക്കാരുടെ അപമാനം, ഇതൊക്കെ മറക്കാൻ പറ്റുമോ ചേച്ചി?
ഒരു കണക്കിന് അയാൾ അങ്ങനെ ചെയ്തതുകൊണ്ട് നന്നായി. ചേച്ചിക്ക് സച്ചേട്ടനെ കിട്ടിയല്ലോ. ഇയാളായിരുന്നു കെട്ടിയിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? എന്തായാലും ചേച്ചി രക്ഷപ്പെട്ടു. ശരി, ഞാനെന്നാ പോട്ടെ, കടയിൽ പോകണം. അമ്മയെ സഹായിക്കുന്നതൊക്കെ ശരി, കടയിൽ കൂടുതൽ സമയം ഇരിക്കരുത്, പഠിക്കണം. പിന്നെ ചന്ദ്ര ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് രേവതിയുടെ അടുത്ത് വന്നിട്ട് പറയാണ്. എല്ലാം പറഞ്ഞല്ലേ രേവതി? എന്ത് പറയാൻ? നിന്റെ അനിയത്തിയോട് പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറഞ്ഞല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല അമ്മേ, സാധാരണ രീതിയിൽ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഒന്നും അറിയാത്ത പാവത്തെ പോലെ അഭിനയിക്കുന്നു. നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ മോൻ്റെ വിരലുകൾ ഒടിക്കണം അല്ലേ? നിന്റെ അനിയത്തി അങ്ങനെ പറഞ്ഞപ്പോൾ നീ തലയാട്ടി സമ്മതിക്കുന്നത് കണ്ടല്ലോ. എൻ്റെ മോനിക്ക് അങ്ങനെ സംഭവിച്ചതിൽ നിന്റെ അനിയത്തിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ടല്ലേ? നിങ്ങളുടെ മകൻ കാരണം കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഞങ്ങൾ അപമാനിക്കപ്പെട്ടത്. അതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. ആ വിഷമം തന്നെ അവൾക്ക് ഇപ്പോഴും ഉണ്ട്. അവൾ ചെറിയ കുട്ടിയല്ലേ അമ്മേ, അങ്ങനെ പറഞ്ഞതിൽ ക്ഷമിച്ചേക്ക്. ചെറിയ കുട്ടിയോ? അവളോ? അവള് നിന്നേക്കാൾ വലിയ ആട്ടക്കാരിയാ. എൻ്റെ അനിയത്തിയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. എന്താ രാജകുമാരിക്ക് ദേഷ്യം വരുന്നുണ്ടോ? നിന്റെ അനിയത്തി എന്തിനാ ശ്രീകാന്തിൻ്റെ പുറകെ നടക്കുന്നത്? അവൾക്ക് എന്താ ഇത്ര എൻ്റെ മോനോട് സംസാരിക്കാനുള്ളത്? ഞാൻ നാട്ടിലില്ലാത്ത സമയം അവൾ ശ്രീകാന്തിനെ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. എന്തിനാണ് അത് എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. തെറ്റായിട്ട് അവളൊന്നും ചെയ്തിട്ടില്ല. റെസ്റ്റോറൻറ്റിൽ പോകുന്ന വഴി ശ്രീകാന്ത് ചുമ്മാ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറിയതാ. അന്ന് ഞങ്ങളുടെ വീട്ടിൽ അമ്മയുണ്ടായിരുന്നു. അവൻ ചുമ്മാ അവളുടെ വീട്ടിൽ കയറി പോവില്ല. നിന്റെ അനിയത്തി വിളിച്ചു കയറ്റിയത് അവനെ. നിന്നെ കെട്ടി ഇവിടെ കൊണ്ടുവന്നില്ലേ, ഇനി നിന്റെ അനിയത്തിയെയും കെട്ടി ഇവിടെ കൊണ്ടുവരണോ? അതിനു വേണ്ടിയിട്ട് നിന്റെ അനിയത്തിയെ അവന് വശീകരിക്കാനായിട്ട് ഇറക്കി വിട്ടതാണോ നീയും നിന്റെ അമ്മയും കൂടി? ഞങ്ങൾക്കിതൊന്നും വശയില്ല അമ്മേ, അനാവശ്യം പറയരുത്. അവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് കാണുന്ന നിങ്ങളുടെ കണ്ണിലാണ് കള്ളത്തരം. എടി, ഞാനൊന്ന് പറഞ്ഞാൽ 10 മറുപടി പറയാൻ തുടങ്ങി അല്ലേ എടി നീ? ഇത്രയ്ക്ക് അഹങ്കാരം നിനക്ക്? നിനക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ജീവിതം ആണ് കിട്ടിയത്. അതുപോലെ നിന്റെ അനിയത്തെ ഇവിടെ എത്തിക്കണം, അതിനുള്ള സൂത്രമാണല്ലേ? ഇങ്ങനെയൊക്കെ അല്ലാതെ കുടുംബത്തെ പിറന്ന ആരെങ്കിലും നിന്റെ അനിയത്തിയെ കെട്ടാൻ വരുമോ? അതിന് മാത്രം എന്താ ഉള്ളത്? എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിന്റെ അച്ഛൻ സച്ചിയുടെ അച്ഛനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ അയാൾ രവിയേട്ടൻ ഓടിക്കുന്ന ബസ്സിൻ്റെ മുന്നിൽ തന്നെ ചാടി മരിച്ചത്. ബസ് അലിഞ്ഞ് ഇവിടുത്തെയാൾ നിന്റെ അച്ഛൻ്റെ മക്കളിൽ ആരെങ്കിലും ഒരാളെ ഇവിടെ പിടിച്ച് കെട്ടിക്കും എന്നുള്ള ഉറപ്പോടെയാണ് അയാൾ അങ്ങനെ ചെയ്തത്. അതുകൊണ്ടാ രവിയേട്ടൻ്റെ മുമ്പിൽ വെച്ച് നിന്റെ പേര് പറഞ്ഞിട്ട് അയാൾ മരിച്ചത്. നിന്നെ പോലെ തന്നെ സൂത്രശാലിയാണ് നിന്റെ അച്ഛനും. അമ്മേ വേണ്ടമ്മേ, എന്നെ പറയുന്നത് ഞാൻ ക്ഷമിക്കും. എൻ്റെ അനിയത്തിയെക്കുറിച്ച് പറഞ്ഞാലും ഞാൻ ക്ഷമിച്ചേക്കാം. പക്ഷേ എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞാൽ ഞാനത് കേട്ടു നിൽക്കില്ല. ക്ഷമിക്കാൻ കഴിയില്ല എനിക്ക്. അച്ഛനെക്കുറിച്ച് പറയരുത്. അവൾ കരയുകയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ അച്ഛൻ എനിക്ക് ദൈവത്തെ പോലെയാ. എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. പിന്നെ നിൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പം മല മറക്കും. വീടും കൂടിയില്ലാത്ത ഏതെങ്കിലും ഒരുത്തൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ടുണ്ടാവും നിന്നെ. ഇപ്പം നല്ലൊരു കുടുംബത്തിൽ എത്തിപ്പെട്ടു നീ. അതിൻ്റെ അഹങ്കാരം നിനക്ക്. നിന്റെ അനിയത്തിക്ക് അതിനപ്പുറം. നോക്ക്, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിച്ച് എൻ്റെ അനുസരണ അനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിൽക്കാം. നീ കഴിയില്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോ. ഞാനെന്തിനു പോകണം? ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാ. ഒരു ഭർത്താവ്. ഈ സ്നേഹമൊക്കെ എത്ര നാളുണ്ടാവുമെന്ന് കണ്ടറിയാം. 5 ദിവസം മുമ്പേ അവൻ്റെ കാറ് പോയതിന് കാരണം നീയാണെന്ന് പറഞ്ഞ് കിട്ടിയതൊക്കെ മറന്നോ? നിന്റെ കെട്ടുതാലിയെക്കുറിച്ച് അവൻ ഇപ്പോഴാണ് മനസ്സിലായത്. നീ കാരണം ഇനി എന്തൊക്കെയാണാവോ അവൻ അനുഭവിക്കാൻ പോകുന്നത്. ഇനി ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിന്റെ വീട്ടുകാരോട് പറഞ്ഞാൽ നീ വിവരം അറിയും. പൂ കൊണ്ടുത്തരാൻ എന്നുള്ള പേരിൽ ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയുള്ള നിന്റെ അനിയത്തിയുടെ വരവും നിർത്തിയേക്കണം. എൻ്റെ മോനെ വശീകരിച്ച് നിന്റെ അനിയത്തിയും അമ്മയും എന്തിനാ അവനെ വീട്ടിൽ കൊണ്ടുപോയത്? പൂ കെട്ടുന്നത് കൂടാതെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ അവൾക്ക്? അവൾക്ക് നല്ല ദേഷ്യം വന്നു. നിർത്ത്. ഇന്നത്തെ കഥ അങ്ങനെ അവസാനിച്ചു. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും see you all.